എടാ നോക്കടാ, നല്ല കിളി പോലത്തെ പിള്ളേർ. നമ്മൾ തേർഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടേ ഈ ഫ്രഷേഴ്സ് ഡേക്ക് 2-3 എണ്ണത്തിനെ പിടിച്ച് റാഗ് ചെയ്തില്ലേ നമുക്ക് നാണക്കേടല്ലേ? അത് നീ പറഞ്ഞ ശരിയാടാ. ഈ ഫ്രഷേഴ്സ് ഡേക്ക് നമ്മളൊരു പൊടിക്കും. പക്ഷേ അവന്മാർ സമ്മതിക്കും തോന്നുന്നുണ്ടോ? നീ ആരെയും പേടിക്കുന്നു? ആ ഫോർക്കിൻസ് ഗ്യാങ്ങിന് പോവാൻ വരാൻ. അത് തന്നെ, അവന്മാരും നമ്മളും ഈ കോളേജിലെ സീനിയേഴ്സ്. അവന്മാർ നമുക്ക് മുകളിലൊന്നുമില്ല. നമ്മളവരെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓ ശരി, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. അവസാനം എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾ ഇതൊക്കെ തന്നെ പറഞ്ഞോണം. യോവനെ കൊണ്ട് രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് കളഞ്ഞാണ് കേട്ടോ. നീ മതിയടാ നിർത്ത്, നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. കൂടെ ആ പെങ്കുച്ചു നോക്ക്, കൊള്ള അവളെ വിളിക്കാം. ഹലോ, വന്നേ. ആരെയാ ചേട്ടാ, എന്നെയാണോ? ആടി, നിന്നെ തന്നെ. ഇനി വാ. ഞാനും ഉണ്ട്. അയ്യോ ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അനു, നീ ചൂടാവാതിരി. കൊച്ചു പേടിക്കത്തില്ലയോ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. കൊച്ചിന് പേടിയൊന്നുമില്ല കേട്ടോട്ടെ അരുണേ. സീനിയേഴ്സിനെ ബഹുമാനിക്കണമെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു കൊച്ചിന്. നിങ്ങളെ കൊച്ചിനെ ഇങ്ങനെട്ട് കളിയാക്കല്ലേ. പേര് ചോദിക്കട്ടെ കൊച്ചിനോട് ആദ്യം. പേരെന്തോ അടി നിന്റെ? അശ്വതി. ആഹാ, അല്ല അടിപൊളി പേരാണല്ലോ. അപ്പൊ ചേട്ടന്മാരിൽ മോളെ അശ്വതി കുട്ടീന്ന് വിളിക്കാം. ഇഷ്ടപ്പെട്ടോ? അപ്പൊ അശ്വതിക്കുട്ടി ചേട്ടന്മാര് പറയുന്ന പോലെ കേക്കണം. ഒരു ടാസ്ക് ആയിട്ട് കൂട്ടിയാൽ മതി. ഇതായി നിൽക്കുന്ന ചേട്ടനെ മോളെ കണ്ടപ്പോഴേ അങ്ങ് ഇഷ്ടപ്പെട്ട്. ഈ ചേട്ടൻ ഇപ്പൊ ഇവിടുത്തെ എല്ലാ പിള്ളേരുടെയും മുമ്പിൽ വെച്ച് അശ്വതിക്കുട്ടി അങ്ങ് പ്രപ്പോസ് ചെയ്യാൻ പോവാ. അക്സെപ്റ്റ് ചെയ്തേരെ. ഹേ ഗായ്സ്, എല്ലാരും ഇന്നിവിടെ നോക്കിയേ. ഞാൻ എന്തേ കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എടാ എല്ലാരും ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യടാ. അശ്വതി, ഐ ലവ് യു സോ മച്ച്. ഇല്ല, ഇത് നടക്കില്ല. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താടി ഇത് പറഞ്ഞ? എന്താ ചേട്ടാ ഇത്? പെൺകുട്ടികളെ തല്ലുന്നു, മോശമല്ലേ ഇതൊക്കെ? നീ ആരാടി അത് ചോദിക്കാൻ? വേദ ദേവൻ. നീ ഏതടി കൊച്ച്? ഇതിനു മുമ്പ് നിന്നെ അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് ഇയർ ആണ്? ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. ഓ, അതാണ് ദൂരത്തുള്ളത്. ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ള കാര്യമാണ് കൊച്ചെ. നീ നിന്റെ കാര്യം നോക്കി പോ. അങ്ങനെ പോകാൻ പറ്റത്തില്ലെങ്കിലോ ചേട്ടാ? ഇത് എവിടത്തെ ന്യായമാ? ഒരാളുടെ സമ്മതമല്ല അയാളെ പ്രപ്പോസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. സീനിയേഴ്സ് പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അതുകൊണ്ടേ ചേട്ടന്മാരെ കുട്ടിയങ്ങ് വിട്ടേക്കേ. നിനക്കതൊരു പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്കൊക്കെ രണ്ടിനുള്ളത് ഞാൻ ഇപ്പൊ തരാം. എടാ, ഏത് അങ്ങോട്ട് പോവുക? അതല്ലേ ഇത്. ഇങ്ങോട്ടേക്കും പോകുന്നേ. ഹലോ അശ്വതി, എന്താ താൻ പേടിച്ചു പോയോ? താങ്ക് യു സോ മച്ച്. എന്തിനാടോ താങ്ക്സ് ഒക്കെ? നമ്മൾ ക്ലാസ്മേറ്റ്സ് ആവാൻ പോകുന്നവരല്ലേ, അതിൻ്റെ ആവശ്യമില്ല. എടോ, തൻ്റെ പേരെന്തായിരുന്നു? വേദ ദേവൻ. ഓക്കെ വേദ, ഐ ആം അശ്വതി. ഫ്രണ്ട്സ്? പിന്നെന്താ ഫ്രണ്ട്സ്. എടാ വിച്ചു, എന്താടാ പറ്റിയേ? അത് പിന്നെ അവിടെ വണ്ണം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെൺപിള്ളേരോട് വേണ്ട അവൻ്റെ അഭ്യാസമൊന്നും. ഡാഡി, ഇതിങ്ങനെ ഇട്ടാ ശരിയാവത്തില്ല കേട്ടോ.
അത് തന്നെ, നിന്റെ പെങ്ങളാന്ന് അറിയാതെ ആയിരിക്കും അവ ഇതിപ്പോ അവളോട് കാണിച്ചത്. പക്ഷെ ഇനി നാളെ ഇത് വേറെ പെൺപിള്ളേരോട് അവൻ കാണിക്കും. ഇവനോടൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കൊണ്ടാലേ അവന്മാരൊക്കെ പഠിക്കും. എന്നാ വേടാ, നമുക്ക് അവന്മാരെ ഒന്ന് ഉപദേശിച്ചിട്ട് വരാം. എടാ അരുണെ, പണിയാൻ തോന്നലടാ. എടാ അവന്മാരല്ലയോ ആ വരുന്നേ. നിങ്ങളൊന്ന് പേടിക്കാതെ, എന്തു വന്നാലും നമ്മൾ നേരിടും. ഡാ അരുണെ, എന്നോടൊക്കെ ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് പെൺപിള്ളേരോട് ഇതിന്റെ അഭ്യാസം കാണിക്കില്ലെന്ന്. ആ എടാ നോക്കടാ, ആരാ വന്നേക്കുന്നേന്ന്. ഇതാരും അഗസ്ത്യയോ? അല്ലടാ നിന്റെ അമ്മായപ്പൻ. എന്തേ? എടാ മോനെ അരുണെ, നമുക്കൊക്കെ ഞങ്ങൾ പലവട്ടം വാണി തന്നിട്ടുള്ളതല്ലേ പെൺപിള്ളേരെ വെറുതെ ശല്യപ്പെടുത്തില്ലെന്ന്. പിന്നെ നിങ്ങളൊക്കെ വാണി തരുമ്പോ എന്താ ഞങ്ങൾ പേടിച്ചിരിക്കണോ? നിങ്ങളും ഞങ്ങളും ഈ കോളേജിലെ സീനിയേഴ്സ് തന്നെ, അതായത് ഒരേ ലെവലിൽ നിൽക്കുന്നവർ. ഞങ്ങളാരും പേടിക്കണം എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഈ കോളേജിൽ കുറച്ച് റൂൾസ് ഉണ്ട്, അതനുസരിച്ചില്ലെങ്കിൽ പേടിക്കേണ്ടി വരും. ജൂനിയേഴ്സിനെ റാഗ് ചെയ്തെന്നൊന്നും ഈ കോളേജ് നിയമമല്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. തടയാൻ പറ്റുമെങ്കിൽ തടയടാ. ഇതാണ് നിന്റെയൊക്കെ പ്രശ്നം. എത്ര കിട്ടിയാലും കേട്ടാലും കൊണ്ടാലും നീയൊക്കെ പഠിക്കത്തില്ല. ഇന്ന് നീയൊക്കെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിച്ച മോനെ ആരുണെ, നീ കുറിച്ചു വെച്ചോ, നിന്നെയൊക്കെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. എണീച്ച് നടക്കാൻ പറ്റാത്ത പരുവാക്കുകയും ചെയ്യും ഈ അഗസ്ത്യ. അശ്വതി അവൾ എൻ്റെ പെങ്ങളാണ്, ഈ അഗസ്ത്യ ദേവ് വർമ്മയുടെ പെങ്ങൾ. ഇനി അവളുടെ നേരെ കണ്ണെങ്ങാനും പതഞ്ഞ് ഞാൻ അറിഞ്ഞ വച്ചകത്തില് ഞാൻ ഒന്നിനെ മനസ്സിലാടാ. അപ്പൊ ചേട്ടന്മാര് പറഞ്ഞൊക്കെ കേട്ട് മക്കള് നല്ല പിള്ളേരിട്ടങ്ങ് നടന്നോണം കേട്ടല്ലേ. കൂടുതൽ വെള്ളത്തിലെടുക്കാൻ നിൽക്കണ്ട. ഇനി അതല്ല, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണമെന്ന് തോന്നിയ ഞങ്ങളുടെ നിന്ന് പണ്ട് കിട്ടിയ അടിയൊന്നും മറന്നിട്ടുണ്ടാകത്തില്ലല്ലോ മക്കളെ. നിങ്ങള് അത് ഓർമ്മിച്ചോണം കേട്ടല്ലോ. അശ്വിനേടാ, വിട്ടേരെ, അവന്മാർ ചത്തു. ഐഷു, നീയും അതാണോ നോക്കിക്കൊണ്ടിരുന്നത്? ഞാനും അതന്നെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളെ കുറച്ച് താമസിച്ചല്ലോ, അതാ സീറ്റെല്ലാം പോയി. എടി വേദു, അങ്ങോട്ട് നോക്ക്, അവിടെ രണ്ടുപേരേ ഉള്ളൂ. എവിടെ? ആ ആ കണ്ടു കണ്ടു, വാ ചോദിച്ചു നോക്കാം. ഹൈ ഗൈസ്, നിങ്ങൾക്ക് വിരോധമില്ല ഞങ്ങളും കൂടെ ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. അയ്യാ, വൈ നോട്ട്? നിങ്ങളിരുന്നോ? ആ അതെ, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, നിങ്ങളിരുന്നോ. എടി വേദു, എനിക്കെന്താ വേറെ രണ്ടായിട്ട് കാണുന്നേ? രണ്ടായിട്ട് കാണുന്നല്ല, ഞങ്ങൾ രണ്ട് തന്നെ. അതെ, ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാ. രണ്ടുപേരുടെ ഫേസ് ഒരേപോലെ ആണെങ്കിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരാൾ ഭയങ്കര മോഡാണ്, ഒരാൾ ഒരു നോർമൽ.
അത് മാത്രമല്ല ഡിഫറൻസ്, ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ എവളാരോടും സംസാരിക്കാതെ നാണം കുണിങ്ങിയിട്ടിരിക്കും. നീയാ? ആ അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് നിയ, നിയ ഇമ്മാനുവൽ. എൻ്റെ പേര് നേഹ, നേഹ ഇമ്മാനുവൽ. അല്ല, നിങ്ങളുടെ പേരെന്താ? ഞാൻ വേദാദേവൻ. ഞാൻ അശ്വതി ദേവവർമ്മ. അപ്പോൾ ഇനി തൊട്ട് നമ്മളെല്ലാവരും ഒരു ഗ്യാങ്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണോ? അയ്യോ അല്ല, ഞങ്ങൾ ഇവിടെ വെച്ചാൽ പരിചയപ്പെട്ടെ, പക്ഷെ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. അതെ അതെ, പരിചയപ്പെട്ടതൊക്കെ ഒരു വലിയ കഥയാണ്. എൻ്റെ കർത്താവേ, ഇത്രയും കാര്യം ഇവിടെ നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. Good morning, students. All of you sit down. I am your new class teacher, and I am your finance teacher also. And my name is Vaishak Narayan. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്, പക്ഷേ നിങ്ങൾ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ ഈ ഇനി വരുന്ന ഇയേഴ്സൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് പഠിത്തത്തിലൊന്നും കുഴപ്പമൊന്നും പിള്ളേരെ ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും അവരുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുക, നല്ലോണം പഠിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ നിങ്ങളെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിക്കോ. യു സ്റ്റാൻഡ് അപ്പ്. ഹലോ എവരിവൺ, I am Ashwati Devarma. Hi everyone, I am Veda Devan. Hi everyone, I am Neha Emmanuel. ഇവിടെ കാണാൻ എന്ത് രസോ, ഫ്രഷ് അടിച്ചു പോനേ. നെക്സ്റ്റ് അടുത്ത ആള് പറയൂ. എടി നീയ, സാർ വിളിക്കുന്നു. യെസ് സാർ. എന്ത് സാർ വിളിച്ചേ? എടോ, താനിത് ഏത് ലോകത്താ? പരിചയപ്പെടുത്താൻ. മൈ നെയിം ഈസ് നിയ ഇമാനുവൽ. മോനെ വൈശാഖ് സാറേ, സാറിനെ ഞാൻ വളയ്ക്കും. പറയുന്നതേ നിയയാ.